ധൈര്യമുണ്ടെങ്കിൽ ടോയ് ഫോൺ കംപ്ലൈന്റ് ആണ് എന്ന് പറഞ്ഞ് മൊബൈൽ ഷോപ്പിൽ കൊണ്ടുകൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ ഒന്നും നോക്കില്ല കേട്ടപ്പോഴെ ഞങ്ങൾ നേരെ ബൈക്ക് എടുത്താണ്ട് ഇറങ്ങിട്ട് അല്ല ചുമ ഇതിപ്പോ എവിടുന്ന സാധനം കിട്ടുക? നമുക്കിവിടെ ഫാൻസി പോയോക്കിയാലോ? പോയോക്കല്ല ഏതായാലും ടോയ് ഷോപ്പ് ചെയ്യാണ്ട് ഞങ്ങൾ ഇങ്ങനെ വിട്ടിട്ട് ഏതായാലും ചങ്കോട്ടി പോയി ടോയ് ഷോപ്പ് ആണ് നേരെ അതിന്റെ ഉള്ളിൽ കയറ്റിയാലെന്നാല് ഏതായാലും നമ്മൾ തപ്പിടുന്നാണ് ഫസ്റ്റ് കടയിൽ തന്നെ കിട്ടിയിട്ടാ ഇവിടെ എത്ര 45 റുപ്യ പോലും വില അറിഞ്ഞിട്ട് വരി നമുക്ക് ഇത് നൊസ്റ്റാൾജി പാട്ടൊന്ന് കേട്ടോക്കാം. ഇതാണ് വണ്ടി. പുതിയ വർഷം ഞങ്ങൾ ആദ്യത്തെ പോണ അൺബോക്സ് ചെയ്യട്ടാ. കാശിന്റെ കയപ്പൊന്നല്ല, വലിയ പണക്കാരാന്ന് തോന്നുന്നു. സാധനം കിട്ടിയില്ലേ? സാധനം കിട്ടി. ഞാൻ എവിടെ പോവാ? ഏത് കടി കൊണ്ടേ കൊടുത്താൽ ഞങ്ങളെല്ലാം ഫോൺ എടുത്ത് നേരെ കടി കണ്ട് വിട്ടിട്ട് നീ കുറച്ച് പാട്ടൊക്കെ എഴുതി തരാൻ പോയോക്കെ വരി. അല്ല നമ്മളിപ്പോ എന്തിനാ കടി പോണ്? ഫോൺ നമ്മളെടുത്ത് വന്ന് നന്നാക്കിയ ഒരു ടീമിനെ എനിക്കറിയില്ല വരി ഓൽക്ക് വിളിച്ചോക്കാം. ഞങ്ങൾ നേരെ റെസ്റ്റോറന്റ് പാർക്കിംഗ് ആയിട്ട് പോയിട്ട് അപ്പൊ അജ്മൽ ഷെയ്ഖിന്റെ കോളൊന്നിടും. ഇവിടെ അജ്മൽ ഹലോ الشيخ أحمق بن جاهل موجود هناك أنا عبد المناف بن عمر حاجي من كيرلا. ഏതായാലും വരി ഫോൺ നന്നാക്കണ ആക്കുന്നു വിളിച്ചു അങ്ങോട്ട് നമ്മൾ നെസ്റ്റോന്റെ പാർക്കിംഗിൽ ഉണ്ടിട്ട് അങ്ങോട്ട് വരി അറിഞ്ഞോക്കാം. നമ്മളിപ്പോ ഇവിടെ ഉണ്ട് നെസ്റ്റോന്റെ പാർക്കിംഗിലുണ്ട്, ഏറ്റവും അടിയത്തെ പാർക്കിംഗില്. നിങ്ങൾ എപ്പോഴും എത്തുക? അരമണിക്കൂർ കൊണ്ട് വരുമോ? ഫോൺ നന്നാക്കണ വരെ ഏതായാലും അരമണിക്കൂർ ടൈം എടുക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഫോണിൽ ആരെ ഫോട്ടോ എടുത്ത് തരുമോ? കുറച്ച് മോട്ടറാക്ക വരി. എടുത്തോണ്ടാ ഇതിലോ? ഫോട്ടം വരുമോ? അതൊക്കെ പുതിയതാണ്. ഓം വിചാരിച്ചിട്ടുണ്ടോ ഇതിലിപ്പോ എങ്ങനെ ഫോട്ടോ എടുക്കണത്? എന്തൊരിതാത് ഇങ്ങനെയുണ്ടോ? അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. ഏതായാലും അരമണിക്കൂർ നമ്മളെ ചെക്കൻ പെടുത്തിക്കണേ. ഞാൻ പറഞ്ഞു നമ്മൾ നെസ്റ്റോന്റെ പാർക്കിംഗ് നേരം കിട്ടി പോരാ കിട്ടി വിളിച്ചിരുന്നു. ഓൻ വന്ന പാടെ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പുതിയ ഫോം എഴുതിയിട്ടുണ്ട്, തട്ടുമ്പോ മാത്രമേ വർക്ക് ആവണുള്ളൂ. എന്തൊക്കെയോ പ്രശ്നം മൊത്തത്തിൽ നോക്കാൻ ഓനോട് കൊടുത്തു. പിന്നെ കുറച്ച് പാട്ടും കേൾക്കണമായിരുന്നു. ആളെ കളിയാക്കുക. ഇതെത്തടി ഓനോട് ചോദിച്ചെന്താ ആളെ കളിയൊക്കെ അതിനു വേണ്ടി എത്രയും ദൂരം വന്നത്? ഓന്റെ മുഖം കണ്ട് എനിക്കൊരു സങ്കടം. ഞാൻ ഏതായാലും വരും എന്റെ ഫോണിന്റെ ബാറ്ററി മാറ്റാൻ കൊടുക്കും. ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ച നമ്പർ എന്തായാലും സേവ്. നിങ്ങൾ മലപ്പുറം ജില്ലയിൽ എവിടെയാണ് നിങ്ങളെ വീട്ടിൽ വന്ന് ഓഫീസിൽ വന്ന് എവിടെ നാളുമ്പോഴും നിങ്ങൾക്ക് ഫോൺ റെഡി ആക്കി തരും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. ഇനി അത് മാത്രമല്ല ഫോൺ നന്നാക്കണേ നമുക്ക് ഇങ്ങനെ അന്തം വിട്ടാൽ നിങ്ങൾ നോക്കിക്കടാ, ഞാൻ നോക്കിക്കണാരി. പിന്നെ അതുപോലത്തെ ഇപ്പോഴത്തെ ഡിസ്പ്ലേ മാറ്റുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കാർഡ് ഫ്രീ ആയും കിട്ടും. ഇനിയിപ്പോ വീട്ടിൽ വിളിച്ച് വെച്ച് എക്സ്ട്രാ പൈസ നിങ്ങൾ കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ ടൈം വരുന്നത് രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെ എപ്പോഴും ഉണ്ടാവും. വിളിച്ചാൽ മതി നിങ്ങൾ. ബാറ്ററി ഇട്ടാട്ടാ ഷെയ്ക്കിനെ വിളിക്കാനുള്ള. അങ്ങനെ ഷെയ്ക്ക് വിളിക്കാനുള്ള ഞങ്ങളെ ഫോണും കൂടി ബാറ്ററി ഇട്ടാണ് നന്നാക്കുക. ഇനിയിപ്പോ എന്തായാലും ഷെയ്ക്കിന് കോളിപ്പ് വരും. കോടികളുടെ ബിസിനസ് നഷ്ടത്തിലായി. എന്ത് ചെയ്യും? ദുബായ്ക്കാരുടെ കയ്യിൽ നിന്നും ആകെ കിട്ടുന്ന കമ്മീഷൻ 1400 കോടി റുപ്യ. അതിൽ 100 കോടി അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു. ഏതായാലും ഷെയ്ക്കിന് വിളിച്ചിട്ട് കോടികളുടെ ബിസിനസ് ഒന്നുകൂടി ഡീലേക്ക്. അപ്പൊ ഓക്കെ എന്നാ ഞങ്ങളോട് വിട്ടാലോ? അടുത്ത ഇൻട്രസ്റ്റ് അപ്പൊ ഓക്കെ എന്നാ ബൈ.